ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം വളരെ പ്രാധാന്യമുള്ളതും തീവ്രവും നിങ്ങളുടെ ബോയ്ഫ്രണ്ടിനോട് ഒരിക്കലും പറയരുതാത്തതുമായ 5 കാര്യങ്ങളാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. നമ്മളുടെ ബന്ധത്തിൽ പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ ബോയ്ഫ്രണ്ടിനോട്. സ്നേഹത്തിൽ വിശ്വാസവും പരസ്പര ബഹുമാനവുമാണ് ബന്ധം ഉറപ്പാക്കുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിന് ദീർഘകാലത്തിൽ ദോഷം ചെയ്യും എന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. 1. നിന്റെ മുൻ ഗേൾഫ്രണ്ട് എങ്ങനെയായിരിക്കും? ഇതൊരു അമിതമായി കാണുന്ന താല്പര്യമായിരിക്കും. അതിനൊപ്പം തന്നെ അവന്റെ മുൻ ബന്ധങ്ങളെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവനിൽ സംശയവും ബുദ്ധിമുട്ട്, ചിലപ്പോൾ അസ്വസ്ഥതയും ഉണ്ടാക്കും. നമ്മൾ ഇപ്പോൾ ഉണ്ടാകുന്ന ബന്ധം ശ്രദ്ധിക്കുക എന്നതാണ് പ്രധാനപ്പെട്ടത്. 2. നിനക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഒട്ടും പറ്റുന്നില്ലേ? ഒരു വ്യക്തിയുടെ സ്വഭാവം, ശൈലി, ആഗ്രഹങ്ങൾ എന്നിവയെല്ലാം അവനവൻ്റേതാണ്. അതിനെ ദോഷകരമായി കണക്കാക്കുന്നത് അവന്റെ ആത്മവിശ്വാസം തകർക്കും. മറിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് നല്ലത്. 3. നിന്റെ സുഹൃത്തിനെ എനിക്കിഷ്ടമാണ്. ഇത് വളരെ അപകടകാരിയായ ഒരു വാക്കാണ്. ഇതുപോലെ സംസാരിക്കുന്നതിലൂടെ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ അനാവശ്യമായ അകലം, സംശയം എന്നിവ വരെ ഉണ്ടാകാം. 4. നിന്റെ ഫാമിലിയെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു വ്യക്തിയുടെ കുടുംബം അവന്റെ ജീവിതത്തിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. അത്തരം അഭിപ്രായങ്ങൾ ഒരു ബന്ധത്തെ മോശം ദിശയിൽ നയിക്കും. അഭിപ്രായമുണ്ടെങ്കിൽ പോലും ആദരവോടെ പറഞ്ഞറിയിക്കുക. 5. നിനക്ക് മാറ്റം വരണം. മാറ്റം ആവശ്യപ്പെടുന്നത് ശരിയാണെങ്കിലും അതിന് പ്രേരണ നൽകുന്നത് പ്രധാനമാണ്. നേരിട്ട് വിമർശനം കാണിച്ചാൽ അത് അവനെ സംരക്ഷണ നിലയിലാക്കി നിങ്ങൾക്കെതിരെ മാറ്റുകയും ചെയ്യും. ഒരു ബന്ധം വളരാൻ അതിൽ പരസ്പര ബഹുമാനം, വിശ്വാസം, സഹിഷ്ണുത എന്നിവ വേണം. പറയേണ്ടതും പറയരുതാത്തതുമായ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് ബന്ധത്തെ കൂടുതൽ ശക്തമാക്കും. നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ശക്തിയുണ്ട്. സ്നേഹബന്ധങ്ങൾ വേദനിപ്പിക്കാതിരിക്കാൻ നാം ജാഗ്രത പുലർത്തണം. റൊമാൻസ് ജീവിതത്തിൽ വേണമെങ്കിൽ അതിനായി വലിയ കാര്യങ്ങൾ വേണ്ട. കുറച്ച് ശ്രദ്ധ, കുറച്ച് സ്നേഹം, കുറച്ച് സമയമെങ്കിലും കൊടുക്കുക. അതിൽ തന്നെ ഒരു പ്രണയജീവിതം സൃഷ്ടിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും റൊമാൻറ്റിക് നിമിഷം ഏതാണ്? കമന്റിൽ പറയൂ. ഇതുപോലെ കൂടുതൽ മനോഹരമായ വീഡിയോക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കല്ലേ. താങ്ക്